എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഈ വർഷം 2026 കേരളത്തിലെ BSc നഴ്സിംഗിന് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ വർഷം കേരളത്തിലെ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ സാധ്യത എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. 4 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സാണ് BSc നഴ്സിംഗ്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഇയർലി ആയിരുന്നു എക്സാം, അതായത് ഓരോ വർഷമായിരുന്നു എക്സാം വരുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ അങ്ങനെയായിരുന്നു എക്സാം. പക്ഷേ ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റമാണ്, അതായത് 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. ടോട്ടൽ 8 സെമസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ 4 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. പല കുട്ടികളും ചോദിച്ചു BSc നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ അതോ ഭയങ്കര പാടാണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഏതൊരു കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ല ടഫുള്ളൊരു കോഴ്സ് തന്നെയാണ്. നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫാണ് പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ നല്ല ഹാർഡ് വർക്കും പ്രെയറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം +2 സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾക്ക് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ എല്ലാ കുട്ടികൾക്കും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ല. 90% എബോവ് മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. ഇനി ഏജ് പല കുട്ടികളും ചോദിച്ചിരുന്നു. അതായത് 2026 17 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. +2 മാർക്കാണ് നോക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സബ്ജക്റ്റും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. +2 റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. നമ്മൾ ഓൺലൈൻ വഴിയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അലോട്ട്മെൻറ്റുകൾ വഴിയായിരിക്കും നമുക്ക് ഓരോ കോളേജിൽ ലഭിക്കുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. മെയിനായിട്ട് LBS, അതുപോലെ തന്നെ PNC MAC, AMCSFNCക്ക്, CPAS എന്നീ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതായത് SSLC സർട്ടിഫിക്കറ്റ്, +2 മാർക്ക് ലിസ്റ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരതെല്ലാം വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ ടൈം തരുന്നതായിരിക്കും. അതായത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം തരും. ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വാലിഡ് അല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് തരും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചൂണ്ടിക്കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ടൈം തരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റീഅപ്ലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഫസ്റ്റ് അവരൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായത് ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, മാർക്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ളൊരു സമയം തരുന്നതായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഓരോ കോളേജും സെലക്ട് ചെയ്യാനുള്ള സമയം ലഭിക്കുക. അതായത് നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ആ കോളേജുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കോളേജ്, അതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓരോ ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ ഓരോ ഓപ്ഷൻസും നൽകേണ്ടത്. അങ്ങനെ നിങ്ങൾ നൽകിയിരിക്കുന്ന കോളേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക.
അപ്പോൾ ഈ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് വരിക. ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും. അത് ജസ്റ്റ് ഒരു ട്രയൽ, എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും ഫസ്റ്റ് വരിക. ആ അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതെ വരാം. മെയിനായിട്ട് 3 അലോട്ട്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ അലോട്ട്മെൻറ്റിന് ശേഷം. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങളുടെ റാങ്ക് ഉണ്ടല്ലോ, ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഈ 3 അലോട്ട്മെൻറ്റിലും ഒരു കോളേജിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നതായിരിക്കും. അത് അവിടെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ കൊടുക്കുന്ന കോളേജിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്